ശത്രുക്കളുണ്ട്, ഒത്തിരി ശത്രുക്കളുണ്ട്. ജൂനിയർക്കാരില്ല, അവരാണ് ഈ നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഈ യൂട്യൂബർമാരെ കൊണ്ട് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, ഇവര് മേടിച്ച് ചുമ്മാ കറക്റ്റ് പറയാച്ചായ ഡോക്യുമെന്റ്സ് ആയിട്ട് ഇവർ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്ക്, അല്ലാതെ ശത്രു കുത്രു എന്നൊക്കെ പറഞ്ഞിരുന്നാലും. ടോണി അച്ചായൻസ് ഗോൾഡ്, ഇദ്ദേഹത്തെ പറ്റി നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്ലസ് ബിസിനസ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി മറ്റുള്ള പൈസ കൊടുത്ത് ഈ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന പകരം ആ പൈസ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന ഒരാൾക്കാരെ കൊടുത്ത് സഹായിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമില്ല. അതിൻ്റെ അതൊരു ഫെയിം കൊണ്ട് കച്ചവടം ഞാൻ തെറ്റൊന്നുമില്ല, കാലം അതാണ് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ കാര്യം, ഇത് വാങ്ങിക്കുന്നവർ ചിലർക്ക് ഒരു അഭിമാനം ഉണ്ടാവും, അപ്പോൾ അവരുടെ മുഖം ഒന്ന് ബ്ലർ ചെയ്ത് കൂടെ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അത് സമ്മിശ്ര പ്രതികരണമാണ് വന്നത്. ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് അടക്കം ഒരു കൂട്ടം ആൾക്കാർ ഇദ്ദേഹത്തിന് ഒരു അപവാദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നത് ഫേക്കാണോ? കാര്യം ലൈഫ് മിഷൻ പദ്ധതി നിങ്ങൾക്കറിയാം, സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുക്കുന്ന സംഭവം. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർക്ക് വീട് കിട്ടുന്നുണ്ട്. വീട് ഇന്ന് സ്വപ്നം എന്നുള്ള ആൾക്കാർക്ക്, വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ആൾക്കാരിലേക്ക് ഒരു യാത്ര കവല ടാക്ക് എന്ന് പറഞ്ഞ രജനീഷ്, നിങ്ങളറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിലാണ്. അങ്ങനെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടിയ വീട്, കിട്ടിയ ഒരാളുടെ വീഡിയോ കാണിക്കുമ്പോൾ ആ വീഡിയോയും അച്ചായൻ പണിത് കൊടുത്തു എന്ന് പറഞ്ഞൊരു വീഡിയോയും ഉള്ള ആൾക്കാരും തമ്മിൽ ഒരേ ആൾ ഒരേ വീട്, അതാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അത് കാണാത്തവർക്ക് നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടാക്കും, രജനീഷിൻ്റെ കവല ടോക്കിലെ വീഡിയോ. വീടിന്റെ പണി പൂർത്തിയാവാറായി. വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. ഇല്ല ഇല്ല, കാറ്റടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ടിരിക്കുക. നമ്മളെ സർക്കാർ ഇത്രയും നമുക്ക് സഹായിച്ചില്ലേ, അതിന്റെ വലിയ പുണ്യം. മരിക്കുന്നവരെവിടെ കിടക്കാം. ഇത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. നിങ്ങൾ കേട്ടല്ലോ, നമ്മളെ സർക്കാർ ഇത്രയും നമുക്ക് സഹായിച്ചില്ലേ, അതിന്റെ വലിയ സർക്കാർ തന്ന സഹായം. ഇനി നമുക്ക് ടോണിച്ചായൻ്റെ വീഡിയോ അതേപോലെ തന്നെ പുള്ളി എടുക്കുകയാണ്. ആ പഴയ വീട് കാണിച്ചുകൊണ്ട് പുതിയ വീട്ടിലേക്ക്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഈ കുടിയിൽ നിന്ന് മോചനം കിട്ടുക അല്ലേ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. ഇല്ല, വീട് കണ്ടപ്പോ ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. ഞാൻ കൊണ്ട് പറ്റാത്ത നല്ലൊരു പാർട്ടി കെട്ടണം, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന നിങ്ങൾ നമ്മളെ ഇവിടെ താമസം ചെയ്യും ഒരു പുതിയ കെട്ടം തന്നു. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്ന പോലെ ബൈ ബൈ അച്ചായൻസ് ഗോൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പോകട്ടെ. നല്ലൊരു വാർക്ക് കെട്ടണം അച്ചായൻ നിങ്ങൾക്ക് തന്നു എന്നല്ലേ പറയുന്നത്. പറ്റാത്ത നല്ലൊരു പാർട്ടി കെട്ടണം, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി അതിന് നന്ദിയും പറയുന്നുണ്ടല്ലോ. താമസം ചെയ്യും ഒരു പുതിയ കെട്ടം തന്നു. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്ന പോലെ. അപ്പോൾ ആരാണ് ഫേക്ക്? അച്ചായനാണോ, അത് വാങ്ങിച്ചവരാണോ, കൊടുത്ത ഗവൺമെൻറ് ആണോ, അല്ലെങ്കിൽ ചെയ്ത യൂട്യൂബർമാരാണോ? ഒന്ന് പറ. അത് വ്യക്തമാക്കേണ്ട അച്ചായൻ്റെ മാത്രം ആവശ്യമാണ്. അതിന് വ്യക്തമായ ഡോക്യുമെൻ്റ് കൊടുത്ത് ഞാൻ കറക്റ്റാണ്, എനിക്കൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാനേ കറക്റ്റായിട്ട് കൊടുത്തന്നെയാണ്. എനിക്കിത് ദൈവത്തിൻ്റെ, ഇദ്ദേഹം ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്ന് വാതോരാതെ ഇങ്ങനെ ഉളു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അദ്ദേഹം പറയട്ടെ, ഞാൻ ദൈവത്തിന് മുമ്പിൽ തെറ്റുകാനല്ലേ, ഇത് ഇന്നാണ്. ഇദ്ദേഹം പറയുന്ന ഉത്തരങ്ങളാണ് രസം. അപ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ അത് ഉത്തരം തന്നെയാണ് കേട്ടോ. അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ആരോപണം. ആയിരിക്കാം. ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ പേര് തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് തളർത്താൻ നോക്കില്ല. നമ്മൾ ആർക്കും ഒരു ചതിയും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ? എന്താണെന്ന് എനിക്കറിയില്ല, ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ടോണിച്ചായച്ചിരി ഓവറല്ലേ, ഒരുപാട് ഇങ്ങനെ ഇങ്ങോട്ട് ദൈവം എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വരും. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത്, ഡോക്യുമെന്റ് ഉണ്ടടാന്ന് പറ, കാണിച്ചു കൊടുക്ക്, തീരുവില്ല പ്രശ്നം. ശത്രുക്കളുണ്ട്, ഒത്തിരി ശത്രുക്കളുണ്ട്. ജൂനിയർക്കാരില്ല, അവരാണ് ഈ നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, യൂട്യൂബർമാരെ കൊണ്ട് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, ഇവർ മേടിച്ചോട്ടെ, അവരുടെ നക്കാപ്പിച്ച മേടിച്ചോട്ടെ, അതിനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ചെയ്തോട്ടെ, എന്തിനാ തടസ്സം നിർത്തുന്നത്? ഞാൻ ശരിയല്ലേ? ഞാൻ ആടെന്നെങ്കിലും 1 രൂപ ആരെങ്കിലും പറയാം മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ചാരിറ്റി 1 രൂപ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് ഇത്രയും വർഷമായിട്ട് ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 1 രൂപ ഒരാളോട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ
പറയാം. നിങ്ങൾക്കറിയാലോ, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ മതി എനിക്ക് കോടികൾ വരും. എനിക്കറിയാം ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരിക്കലും തെറ്റ് കാണിച്ചില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ്. അത് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യും. ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല, നാളെ നമ്മൾ എണീക്കുമെന്നും അറിയില്ല. പക്ഷെ ഉള്ളത് ഞാൻ കൊടുത്ത് ചെയ്യും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചാരിറ്റിയുടെ പേരിൽ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് 100% ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. വീട് കംപ്ലീറ്റ്. പിന്നെ കുറെ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ പിന്നെ കുറെ വീടുകളൊക്കെ പണിത വീടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ കുറേ വീടുകൾ അതാണ് അച്ചായ ചോദിക്കുന്നത്. നിങ്ങൾ വീട് പണിത് കൊടുത്താണോ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്താണോ? സർക്കാർ പണിത വീട്ടിൽ ചിലപ്പോൾ എല്ലാം പൂർണ്ണമായ രീതിയിൽ ചിലപ്പോൾ അവിടെ കുറച്ച് കുറവുകളുണ്ടാവും. മനുഷ്യന് ആഗ്രഹങ്ങൾക്കൊരു കുറവില്ലല്ലോ. വീട് കിട്ടിയാലും പിന്നെ ആഗ്രഹങ്ങൾ വരും. അത് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തെങ്കിൽ അങ്ങനെ പറ. അല്ലാതെ നിങ്ങൾ ശത്രുക്കൾ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരാൾക്ക് കച്ചവടം കൊണ്ടുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവും. അത് ഇന്നും തുടങ്ങിയൊന്നുമല്ല. പണ്ട് മുക്തദീർക്ക് അമേരിക്കാർ തുടങ്ങിയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ജോലിക്കാർ ഇതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയാൽ പറഞ്ഞു ഇവർ മറ്റുള്ള ജോലിക്കാർക്ക് അസൂയാണ്. അവസാനം തെളിഞ്ഞ ആൾ വളരാണ് തെളിഞ്ഞില്ലേ? അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിന് സത്യം ഉണ്ടെങ്കിൽ ആരും ജോലിക്കാർ പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. ഇതാണ് സത്യം. എനിക്ക് ഒരുത്തൻ്റെ ഇതൊന്നും വേണ്ട, ദോഷാരൊന്നും വേണ്ട നിങ്ങൾക്ക് പറയാൻ തയ്യാറാവും. ചെയ്യുവാണ് മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമുള്ളൂ. വിമർശിക്കാൻ ഒത്തിരി പേരുണ്ട്. വിമർശിച്ചാൽ സ്നേഹിക്കുന്ന ഈ വിമർശിക്കുന്നതിൽ 50 ഇരട്ടി പേരുണ്ട്. അത് മതിയല്ലോ എനിക്ക്, അല്ലേ? വിമർശിക്കുന്ന 10 പേരാണെങ്കിൽ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളാണ്. അതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ. അതുപോലെ ആരെങ്കിലും വിലമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ കാത് കൊടുക്കുന്നില്ല, നേരെ പോവാണ്. കാത് കൊടുക്കേണ്ട കാര്യം എനിക്കല്ലോ. ജോലിക്കാർ നക്കാപ്പിച്ച കൊടുത്ത് പലരും ചെയ്യുന്നതിൽ ഞാൻ എന്ത് ചെയ്യാൻ? അവർ ചെയ്യട്ടെ. അച്ഛൻ മുന്നിൽ പോകും, അല്ലേ? പോകണ്ടേ, അല്ലേ? സ്ഥിരം അതുപോലെ തന്നെ ആരും ചെയ്യട്ടെ, ദൈവം എടുക്കട്ടെ, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇപ്പോഴും പുള്ളി ഉത്തരം കൊടുത്തിട്ടില്ല. പുള്ളിക്ക് സ്വന്തമായി ചാനലുണ്ട്, പ്രിയാവറാക്കിയ ആൾക്കാരുണ്ട്. വ്യക്തമായ രേഖകൾ കൊണ്ടുവരട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, നിങ്ങൾ ചെയ്യുന്നതിനൊരു തെറ്റുമില്ല. നിങ്ങൾ ചെയ്തോളൂ, നന്മകൾ ചെയ്തോളൂ, നേരായ രീതിയിൽ നന്മകൾ ചെയ്തോളൂ. അതിനകത്ത് തരകട കാണിച്ച് വലിയവരും കൊടുത്ത മുതൽ എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഫേക്ക് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ആൾക്കാർ കാണും. കാര്യം പഴയ പോലെ 1-2 ചാനൽ വഴി കാണുന്ന വാർത്തകളല്ല. ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ചാനലുകളുണ്ട്. അറിയാനും ലോക്കൽ ഏരിയയിലൊക്കെ മൊബൈലും കൊണ്ട് നടന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും. മുഖ്യധാര ചാനലും ചിലപ്പോൾ ഇത് വാർത്തകൾ വരില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ ചാനൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വീഡിയോയിൽ കിട്ടും, ചെയ്യും, സത്യങ്ങൾ പുറത്തു വരും. വ്യക്തമായ ഉത്തരം നൽകേണ്ട അച്ചായൻ മാത്രമാണ്. അച്ചായനാണ് ഇതെല്ലാവരും ചോദിക്കുന്നത്. നിങ്ങൾ വ്യക്തമായി ഡോക്യുമെൻ്റായിട്ട് പറയും ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഉടായ്പ കാണിച്ച് ചിലപ്പോൾ പണം കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ പണിതിട്ടുണ്ടാവാം, ചിലപ്പോൾ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്ലാ 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 എന്ന് പറയുന്നത് മാത്രം കാര്യം എന്തോ ഒരു പ്രശ്നം മണക്കുന്നില്ലേ? സ്വാഭാവികമായിട്ട് ചോദിക്കാം, മനുഷ്യനാണ്. കാര്യം നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ചാനൽ വഴി ചെയ്യുന്ന വീഡിയോസാണ് എല്ലാം, അല്ലേ? അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, നിങ്ങൾ അതുകൊണ്ട് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണം. ഒരു തെറ്റുമില്ല. പക്ഷേ അതിനകത്തൊരു ശരിയുണ്ട്, അല്ലേ? അതിനകത്തൊരു തെറ്റുമില്ല. നല്ല കാര്യം, ഒരുപാട് ആൾക്ക് ഉപകാരമുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ട തരികിടയാണെന്ന് ആൾക്കാർ പറയുമ്പോൾ അതിന് ഉത്തരം തരാൻ നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്. തീർച്ചയായും ഉത്തരം കൊണ്ടൊരു അച്ചായ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്.